നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിക്കെതിരായും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വർത്തമാനങ്ങൾ വേണ്ട. നേതാക്കന്മാർ നാവടക്കിക്കോളണം. എ.കെ. ബാലനെയും സജി ചെറിയാനെയും ഉന്നം വെച്ച് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ താക്കീത്. കട്ടക്കലിപ്പിലാണ് പാർട്ടി സെക്രട്ടറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടിയെ വിവാദത്തിലാക്കുന്ന പരാമർശങ്ങളായിരുന്നു നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷം അത് ആയുധമാക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ അതൊരു ആയുധമാക്കി പാർട്ടിയെ കടിച്ചു കീറാനും പ്രയോഗിച്ചു. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനി ഉണ്ടാക്കിയേക്കരുത് എന്നാണ് നേതാക്കന്മാരോട് എം.വി. ഗോവിന്ദൻ കട്ടായം പറഞ്ഞിരിക്കുന്നത്. നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്ന് CPM സംസ്ഥാന സമിതിയിലാണ് എം.വി. ഗോവിന്ദൻ താക്കീത് നൽകിയത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നേതാക്കൾ നടത്താൻ പാടില്ലെന്നും അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളുമെന്നും എം.വി. ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. ഗോവിന്ദൻ ലക്ഷ്യമിട്ടത് സജി ചെറിയാനെയും എ.കെ. ബാലനെയുമാണ് എന്ന് ഇപ്പോൾ പരക്കെ സംസാരം വരികയാണ്. വിവാദ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായി എന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെയും വിജയികളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നത്. വിമർശനം ശക്തമായതോടെ സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ വീണ്ടും ചോദ്യവുമായി രംഗത്ത് വന്നപ്പോൾ സജി ചെറിയാൻ രോഷത്തോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും കണ്ടു. മാധ്യമങ്ങൾ സജി ചെറിയാനെ അടിച്ചിരുത്തുന്ന ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. ഇത് മാത്രമല്ല, എ.കെ. ബാലന്റെയും പരാമർശങ്ങൾ അത് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. UDF 2026 അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈയാളാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇവിടെ മാറാട് കലാപങ്ങൾ ആവർത്തിക്കും എന്നായിരുന്നു എ.കെ. ബാലന്റെ പരാമർശം. ഇതിനെതിരെ അതിശക്തമായി തന്നെ പ്രതിപക്ഷം ഇരച്ച് രംഗത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ഒക്കെ എ.കെ. ബാലനെ കടിച്ചു കീറുകയും ചെയ്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എ.കെ. ബാലൻ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടിക്ക് പോകുകയും ചെയ്തിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടി സ്വീകരിച്ച് ബാലന് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അപ്പോഴും ധാർഷ്ട്യ നിലപാട് തന്നെയായിരുന്നു എ.കെ. ബാലൻ ഉണ്ടായിരുന്നത്. താൻ പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ മാറാട് കലാപങ്ങൾ ഉണ്ടാകും എന്ന് തൻ്റെ ബോധ്യത്തിൽ നിന്നാണ് പറഞ്ഞതെന്നും എ.കെ. ബാലൻ ആവർത്തിച്ചു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിക്ക് ഈ ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നു. മാധ്യമങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെയും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ബാലനെ തഴയാതെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും അതിലെന്താണ് തെറ്റ് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് ചോദിച്ചത്. പിന്നീട് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ പാർട്ടിക്ക് തന്നെ വള്ളിക്കെട്ടായി. അതായത് കലാപം നടന്ന മേഖലകളിൽ അന്ന് താൻ നെഞ്ചും വിരിച്ചു പോയി എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി അങ്ങ് തള്ളിമറിച്ചത്. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന, കലാപം നടന്ന സമയത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണിയെ പ്രദേശത്തേക്ക് ആരും അടുപ്പിച്ചില്ല എന്നും താനും തൻ്റെ പ്രവർത്തകരുമായി ചെന്നപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾ രംഗത്തേക്ക് വന്നു. അങ്ങനെ പിണറായി വിജയൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തടയുകയാണെന്നും തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള അന്നത്തെ പത്രവാർത്തകൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ ഇതിന് മറുപടി കൊടുത്തത്. എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, കൈവിട്ടു പോകുന്ന പ്രസ്താവനകൾ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയാണ് എന്നുള്ള ഒരു നിലപാടിലാണ് എം.വി. ഗോവിന്ദൻ ഉള്ളത്. അതുകൊണ്ട് ഇനിയും പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിട്ടുള്ള പരാമർശങ്ങൾ ഒരു നേതാക്കളിൽ നിന്നുണ്ടായി പോയേക്കരുത് എന്ന് തന്നെ കടുപ്പിച്ചായിരുന്നു എം.വി. ഗോവിന്ദൻ മറുപടി കൊടുത്തത്. സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതായത് ഒരു മന്ത്രി തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തുകയാണെന്നും ഇതെന്ത് തരം നിലപാടാണെന്നും വർഗീയതയ്ക്കെതിരെ അതിശക്തമായി പോരാട്ടം നടത്തുന്നവരാണ് എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ വായിൽ നിന്ന് വരുന്നത്, നേതാക്കന്മാരുടെയും ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരുടെയും വായിൽ നിന്ന് വരുന്നതും വർഗീയ പരാമർശങ്ങളാണെന്നും സജി ചെറിയാന് നേരെ വിമർശനങ്ങൾ ശക്തമായി. BJPയെയും മുസ്ലിം ലീഗിനെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ട് മന്ത്രി നടത്തിയ പരാമർശം ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. പരാമർശം വിവാദമായിട്ടും പിന്നാലെ അതിനെ ന്യായീകരിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്.
എന്നാൽ അടപടലം കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ട ഘട്ടത്തിലായിരുന്നു സജി ചെറിയാൻ ഖേദപ്രകടനം നടത്തിയത്. മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഇത്തരം പ്രസ്താവനകൾ കാരണമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മന്ത്രിയുടെ വിശദീകരണത്തെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വർഗീയത ആളിക്കത്തിക്കാൻ മന്ത്രി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. ഇതിനിടെ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് MV ഗോവിന്ദൻ നാവടക്കിക്കോളണം എന്ന് എല്ലാ നേതാക്കന്മാർക്കുമായി മറുപടി കൊടുത്തത്. അതായത് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഒരു ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് ശേഷമുള്ള പാർട്ടിയുടെ ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. പരസ്യ പ്രസ്താവനയിലൂടെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന കുറ്റം ചൂണ്ടിക്കാട്ടി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് വിവരങ്ങൾ. പാർട്ടി അന്വേഷണ കമ്മീഷൻ തള്ളിയ സംഭവങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ഉന്നയിച്ചത് എന്നാണ് വിലയിരുത്തൽ. നാളെ ജില്ലാ കമ്മിറ്റിയും ചേരുന്നുണ്ട്. കമ്മിറ്റി അംഗമാണെങ്കിലും മാസങ്ങളായി V കുഞ്ഞികൃഷ്ണൻ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും യോഗത്തിൽ പങ്കെടുത്തേക്കും. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ V കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് CPM നേതൃത്വം. പാർട്ടിയെ തകർക്കാനാണ് നീക്കമെന്നും താൻ ഒഴികെ മറ്റെല്ലാവരും കള്ളന്മാർ എന്ന് സ്ഥാപിക്കാനാണ് കുഞ്ഞികൃഷ്ണന്റെ ശ്രമമെന്നുമാണ് MV ജയരാജൻ പ്രതികരിച്ചത്. തന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ നേതൃത്വം തയ്യാറാകണമെന്ന് കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ചിരുന്നു. ഒരു ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് CPMലെ സാമ്പത്തിക തിരിമറിയുടെ ഉള്ളറക്കഥകൾ V കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, TI മധുസൂദനൻ MLAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു ആരോപണം. എന്നാൽ പാർട്ടി അന്വേഷണ കമ്മീഷന് പോലും ധനാപഹരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടി എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും കോടാലിക്കൈയായി V കുഞ്ഞികൃഷ്ണൻ മാറുകയാണെന്നും CPM പ്രതിരോധിച്ചു. ഫണ്ട് തട്ടിപ്പുണ്ടായിട്ടില്ലെന്നും വരവ് ചെലവ് കണക്കുകൾ കൃത്യസമയത്ത് സമർപ്പിക്കുന്നതിൽ വീഴ്ച മാത്രമാണ് സംഭവിച്ചതെന്നും വിശദീകരിക്കുന്നു. അന്നത്തെ ജില്ലാ സെക്രട്ടറി രംഗത്തും വന്നിരുന്നു. ഒറ്റുകാരനെ ജനം തിരിച്ചറിയുമെന്ന വാചകങ്ങളോടെ പയ്യന്നൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും CPM ഉയർത്തിയിട്ടുണ്ട്. പ്രാദേശിക വർഗീയതയുടെ പേരിൽ പാർട്ടിയെ ഒറ്റുകൊടുത്ത് വിശുദ്ധനാകാനാണ് കുഞ്ഞികൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ പാർട്ടിക്കെതിരെ പറഞ്ഞതുകൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. TPയുടെ അതേ ഗതി തന്നെയാണ് കുഞ്ഞികൃഷ്ണന് വരാൻ പോകുന്നത് എന്നുള്ള ചില കൊലവിളികളും പല ഭാഗത്തു നിന്നായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ CPMന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ പയ്യന്നൂരായിരിക്കും. ഒരിക്കലും ഇളകാത്ത ചുവപ്പുകോട്ട, തൂണിലും തുരുമ്പിലും വരെ പാർട്ടിയുള്ള ഒരു പാർട്ടി ഗ്രാമം. CPMന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് പയ്യന്നൂരിനുള്ളത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഇഴചേർന്നതാണ് ആ നാടിന്റെ രാഷ്ട്രീയം. 1930-ൽ K കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് നടത്തിയ ഉപ്പ് സത്യാഗ്രഹ പദയാത്ര ഒരു ചരിത്രമാണ്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ കണ്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായതെന്ന് മുൻ മുഖ്യമന്ത്രിയായ EK നായനാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഒരു തട്ടിപ്പിന്റെ കഥ കൂടി ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് പാർട്ടി നേതാക്കൾ വെട്ടിച്ചുവെന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിലവിലെ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ V കുഞ്ഞികൃഷ്ണനാണ്. അതുതന്നെയാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. വലിയ രീതിയിലാണ് ഫണ്ട് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും കൊള്ളരുതായ്മയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞു. കണ്ണൂരിൽ പാർട്ടിയെ ഭരിക്കുന്ന മാഫിയ സംഘത്തെക്കുറിച്ചായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ. കേരളത്തിലെ പാർട്ടിയുടെ മോസ്കോയിൽ നടന്ന ഈ കൊട്ടാര വിപ്ലവം ദേശീയ വ്യാപകമായി തന്നെ വലിയ ചർച്ചയാവുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ സഖാക്കളാണ് എന്ന പാരടി പാട്ട് വന്നപ്പോഴൊക്കെ പ്രതികരിച്ചിരുന്നു CPMകാർ. രക്തസാക്ഷിയുടെ ഫണ്ടിൽ കൈയിട്ട് വാരിയ കഥ കേട്ട് പ്രതികരിക്കാനാകാതെ നിൽക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. ഏറ്റവും ഞെട്ടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ കൊള്ളയറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ MLA ആയ TI മധുസൂദനൻ തട്ടിയെടുത്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ധനരാജ് ഫണ്ടിൽ 1 കോടി രൂപയാണ് പിരിച്ചത്. അതിൽ 46 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നും V കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ധനരാജ് കൊല്ലപ്പെടുന്നത് 2016 ജൂലൈ 11-നാണ്. ഈ വർഷം തന്നെ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കുടുംബത്തെ അനാഥമാക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടി തീരുമാനം. കൂടാതെ കുടുംബത്തിന് സഹായമെന്ന നിലയിൽ
ഒരു തുക നിക്ഷേപിക്കാനും തീരുമാനിച്ചു. വീട് നിർമ്മിച്ചു കൊടുക്കലും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് കൊണ്ടുള്ള ലക്ഷ്യം. ഡിസംബർ 8, 9 തീയതികളിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പിന്നീട് ധനരാജിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെ നടന്നെങ്കിലും 2021 വരെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചില്ല. 2020 താൻ ഏരിയ സെക്രട്ടറി ആയത്. 2021 കണക്ക് ചോദിച്ചിട്ടും ലഭിച്ചില്ല. 2021 സമ്മേളനത്തിന് തൊട്ടു മുൻപാണ് കണക്കുകൾ അവതരിപ്പിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് മുൻപുള്ള കണക്ക് ഓഡിറ്റ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചിരുന്നു. അതിൽ വിചിത്രമായ കണക്കുകളാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ധനരാജ് ഫണ്ട് പരിശോധിക്കുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി കണ്ണൂരിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയായി പാർട്ടിക്ക് മുന്നിൽ മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.